വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസ് കൊലപാതക കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്നാണ് രാവിലെ 11 മണിക്ക് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. കേസിൽ വിചാരണ നേരിട്ട 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഷാജഹാൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഷാജഹാൻ. മോർണിംഗ് കവ്യ. 15 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെ വാദവും പൂർത്തിയായി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് എന്തൊക്കെയായിരിക്കും ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള കോടതി നടപടിക്രമങ്ങൾ? കാവ്യ, ഇന്നിനിപ്പോൾ ശിക്ഷാവിധി മാത്രമാണ് അവശേഷിക്കുന്നത്. നേരത്തെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും പ്രതിഭാഗത്തിന്റെയും അതോടൊപ്പം തന്നെ വാദിഭാഗത്തിന്റെയും ഒക്കെ തന്നെ വാദം കോടതി കേട്ടിരുന്നു. പിന്നീട് ഈ പ്രതികൾക്ക് എന്താണ് അവസാനമായി പറയാനുള്ളത് എന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം കോടതി കേട്ടിരുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിലായിട്ട് ഇന്ന് ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. രാവിലെ 11:30 ഈ 15 പ്രതികളുടെയും ശിക്ഷാവിധിക്കും. നേരത്തെ ഈ കേസിൽ 8 പ്രതികളും രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യത്തെ 8 പ്രതികൾ 1, 2, 3, 4 അങ്ങനെ 8 പ്രതികൾ കുറ്റക്കാരാണ്, നേരിട്ട് പങ്കെടുത്തവരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ പ്രതികൾക്ക് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്, അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് വാദിഭാഗം വാദിച്ചത്. എന്തായാലും വളരെ ആൾക്കാരൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ കോടതിയുടെ വിധിയെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രതിഭാഗവും അതോടൊപ്പം തന്നെ ഈ പ്രതികൾക്ക് വളരെ കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്നാണ് ഇപ്പോൾ വാദിഭാഗവും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് കൊലക്കുറ്റത്തിന് സമാനമായിട്ടുള്ള കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ശിക്ഷ ഇവർക്ക് നൽകണം എന്നാണ് വാദിഭാഗം കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിക്ക് ശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിക്കുക. ഈ കേസിൽ ആലപ്പുഴ ജില്ലാ ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ വളരെ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടുന്നതിനും അതോടൊപ്പം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനും സാധിച്ചത്. 2021 രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപ്പെടുന്നത്. അതിന് തൊട്ട് തലേ ദിവസം SDPI നേതാവായിട്ടുള്ള ഷാനെ കൊലപ്പെടുത്തിയിരുന്നു. അതിന് പ്രതികാരമായിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതെന്നാണ് പൊതുവെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ള ചർച്ചയാണ് ഉയർന്നു വന്നത്. എന്തായാലും ഈ കേസിൽ വളരെ നിർണായകമായ വിധിയാണ് ഇന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജിയുടെ VG ശ്രീദേവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. രാവിലെ 11 മണിയോടുകൂടി ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ഷാജഹാൻ, താങ്ക് യു. ഷാജഹാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 11 മണിയോടുകൂടി ശിക്ഷാവിധി ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഈ കേസിൽ 15 പ്രതികളും കുറ്റക്കാരാണ് എന്നത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് അവസാനമായി പ്രതിഭാഗത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് എന്നൊരു നടപടിക്രമത്തിന് ശേഷം നേരെ ശിക്ഷാവിധിയിലേക്ക് കടക്കുക എന്നതാണ് അതിൻ്റെ ഒരു, ഷാജഹാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇനി കോടതിയിൽ സംഭവിക്കാൻ പോകുന്ന നടപടിക്രമങ്ങൾ. കാത്തിരിക്കാം എന്താണ് വിധി വരുന്നത് എന്നതിന്.